നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു എന്താ പറയാ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, തട്ടിപ്പ്, നമ്മളെ രണ്ട് ഗവൺമെന്റ് ചേർന്ന് തട്ടിപ്പ് നടത്താൻ പോകുന്ന കാര്യമാണ് അഡ്വാൻസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള വൈരാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അൺഫോളോ ചെയ്ത് പോകാറുണ്ട്. ഒരു കമന്റ് ബോക്സിലൊക്കെ നിങ്ങളെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ കാര്യങ്ങളെ പറയാൻ പറ്റും. ആരോടും നമുക്ക് ശത്രുതയുമില്ല, ആരോടും അമിതമായിട്ടുള്ള ആരാധനയുമില്ല. അതുകൊണ്ട് തോന്നിയ കാര്യങ്ങൾ, തിരിച്ചറിവുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതേ ഉള്ളൂ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ അമർത്തുകയും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയൊക്കെ ഒന്ന് വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. ഇനി പറ്റില്ല എന്ന് കരുതി പോകുന്നവർ പൊയ്ക്കോട്ടെ, അതേ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് നമ്മുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ചില കാര്യങ്ങൾ, അതിന് മുമ്പ് ആമുഖമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് വലിയ വിലക്കയറ്റമാണ്. ജനജീവിതം ദുസ്സഹമാകാൻ പോവാണ്. അതായത് നമ്മുടെ പോക്കറ്റ് ചോർത്തുന്ന വലിയ തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ ഇനിയെങ്കിലും അറിയാതിരുന്നാൽ പറ്റില്ല. ഇവിടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ സമയത്ത് കേന്ദ്ര സർക്കാർ എന്താ ചെയ്തത്? അവിടെ കുറഞ്ഞതിന്റെ ഒരംശം ഇവിടെ കൂട്ടി. മനസ്സിലായില്ല? അവിടെ കുറഞ്ഞതിന്റെ ഒരംശം ഇവിടെ കൂട്ടി. അത് ആർക്കും മനസ്സിലാകാത്ത ഒരു ലോജിക്കാണ്. അവിടെ കുറഞ്ഞതിന്റെ ഒരംശം ഇവിടെ കൂട്ടി. സംഭവം ഏതാണ്? ഇവിടെ വില കുറഞ്ഞ്, ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞ് വന്നപ്പോ അത് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞത് ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി, ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു ഉപാധി ആയിക്കൊണ്ട് നികുതി കൂട്ടിക്കൊണ്ടേയിരുന്നു. വില കുറഞ്ഞു, പകരം നികുതി കൂട്ടിയിട്ട് വില കുറയാതെ പിടിച്ചു നിർത്തി. അത്രത്തോളം ജനങ്ങളെ കൊള്ളയടിച്ചു. കൊള്ളയാണ്, ഒന്നാം തരം കൊള്ളയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. അല്ലാതെ വില കുറഞ്ഞനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വില കുറച്ച് തന്നിരുന്നെങ്കിൽ 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടിയേനെ. അത് നമുക്ക് കിട്ടിയില്ല. ആ സമയത്തും 80, 90, 100 രൂപയ്ക്കാണ് പിന്നെ നമ്മൾ വാങ്ങിയത്. 100, 102, 107 ആ നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത്. 97 രൂപ ഡീസലിന് ഇപ്പൊ വിലയുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഭീകരമായിട്ടുള്ള വിലക്കയറ്റം, ഭീകരമായിട്ടുള്ള എണ്ണവില വർധന വരാൻ പോകുക. ഗൾഫ് യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി വില അങ്ങോട്ട് കൂട്ടും. സത്യത്തിൽ ഇതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ എണ്ണവില, നമ്മളിപ്പോ ഡൽഹിയിലെ എണ്ണവിലയേക്കാൾ ഒരുപാട് വില കൂടുതൽ നമ്മൾ കേരളത്തിൽ കൊടുക്കേണ്ടി വരുന്നു? എന്തുകൊണ്ടാണ് അത്രയധികം വില കൊടുക്കേണ്ടി വരുന്നത്? ഇനി ഒന്നും കൂടി ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് പോകുന്ന നമ്മുടെ അയൽ രാജ്യങ്ങൾ, അവിടെ അവർ കൊടുക്കുന്ന വിലയുണ്ട്. അവിടുത്തെ ജനങ്ങൾ എണ്ണ അടിക്കാൻ കൊടുക്കുന്ന വിലയേക്കാൾ ഇരട്ടിയിലധികം തുക എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് നമ്മുടെ എണ്ണ ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ പകുതി വിലയ്ക്ക് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എങ്ങനെ ഇത്രയും വില കൂട്ടി ഇന്ത്യ സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് എണ്ണ വെക്കുന്നത്? ഇതൊരു തട്ടിപ്പല്ലേ? ഇതാണ് നമ്മൾ തുറന്നു പറയേണ്ടത്. പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പല വാഗ്ദാനങ്ങളും പലരും നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടത് BJP സഖ്യങ്ങൾ. ഇപ്പൊ കോൺഗ്രസിന് ഒരു എന്താ പറയുക, ഒരു സ്ഥാനമില്ല, പറയേണ്ട ഒരു വോയിസ് ഇല്ല. ഇനി വന്നിട്ട് നമുക്ക് പറയാം. ഇപ്പൊ തൽക്കാലം ഇടതുപക്ഷത്തിന്റെയും BJPയുടെ കാര്യം എടുക്കാം. കേന്ദ്രം അവരാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ അവരാണ് മറുപടി പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതിയിലധികം പണം പോകുന്നത് നികുതിയായിട്ടാണ്. 107 രൂപ നിങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കൊടുക്കുമ്പോൾ അതില് 57 രൂപയിലധികം നിങ്ങൾക്ക് നികുതിയായിട്ടാണ് കൊടുക്കുന്നത്. 50 രൂപ സാധനത്തിന് വിലയുള്ളൂ. അതായത് അതിനേക്കാൾ പകുതിയിൽ കൂടുതൽ ടാക്സ് വാങ്ങി ജനങ്ങളെ കൊള്ളയടിക്കുന്ന മറ്റേത് സംരംഭം ഉള്ളത്? വെള്ളം എവിടെയോടെ നിൽക്കട്ടെ, അത് കേരള സർക്കാരിന്റെ ഒരു പ്രത്യേക ഒരു പാക്കേജാണ്. അത് നമുക്ക് വേറെ നോക്കാം, വേണമെന്നുള്ള കുടിച്ചാൽ മതിയല്ലോ. പക്ഷെ എണ്ണ അതല്ല. എണ്ണ ഏതൊരു വ്യക്തി, ഒരു ഓട്ടോറിക്ഷക്കാരനായിക്കോട്ടെ, മറ്റാരെയൊക്കെ ഓട്ടോറിക്ഷക്കാരന്റെ കാര്യം എന്ന് ആലോചിച്ച് നോക്ക്. 2500 രൂപയ്ക്കൊക്കെ ഓടിയിരുന്നു മുമ്പ്. 2500 രൂപയ്ക്ക് ഓടിയിരുന്നു. ഒരു 500 രൂപന്റെ എണ്ണ അടിച്ചാൽ ഇന്ന് അത്രയും ഓടണമെന്നുണ്ടെങ്കിൽ ഒരു 1500, 2000 രൂപന്റെ എണ്ണ അടിക്കണം. 2500, 500 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. വളരെ വളരെ വലിയ ഒരു ദുരവസ്ഥയിലേക്കാണ് ടാക്സിക്കാരുടെ അവസ്ഥ പോണത്. അതുപോലെ തന്നെയാണ് ഒരു തക്കാളി, ചിലപ്പോൾ നമുക്കൊരു 5 രൂപയ്ക്ക് കിട്ടേണ്ട തക്കാളി അതിവിടെ എത്താനായിട്ട് ട്രാൻസ്പോർട്ടിങ്ങിന് 10 രൂപ കൊടുക്കേണ്ടി വരുന്നു. 15 രൂപ ചെലവ് വരുന്നു. 20, 25 രൂപ നമ്മൾ വാങ്ങേണ്ടി വരുന്നു. ഇത് എണ്ണവില കൂടുന്നത് കൊണ്ടാണ്. സത്യത്തിൽ ഈ എണ്ണവില, നമുക്ക് അർഹതപ്പെട്ട വില നമുക്ക് കുറച്ച് കിട്ടുകയാണെങ്കിൽ, ഈ കൊള്ള നികുതി മാറ്റിയിട്ട് GSTയിലേക്ക് കൊണ്ടുവന്നിട്ടോ അല്ലാതെയോ കൃത്യമായി ഈ കൊള്ളയിടുന്ന അവസാനിപ്പിച്ചാൽ, കേരള സർക്കാരുകളുടെ കൊള്ളയിടുന്ന അവസാനിപ്പിച്ചാൽ എത്ര വില കുറയുന്നറിയോ? ഇതൊന്നും ആരും പറയില്ലെന്നേ.
ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും, നിങ്ങൾ അൺഫോളോ ചെയ്തു പോകും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വേണ്ടില്ല, നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ. 2026 മാർച്ച് ഈ മാസത്തെ കണക്ക് നമുക്ക് നോക്കാം. ഈ മാസത്തെ കണക്കിന് 107 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന്, ഡീസലിന് 96 രൂപയും. ഇന്നത്തെ കണക്കനുസരിച്ച് മറ്റു ഉൽപ്പന്നങ്ങൾക്ക്, പെട്രോൾ മാത്രമല്ലല്ലോ, വേറെ നിത്യോപയോഗ സാധനങ്ങളും മറ്റു പല ഉൽപ്പന്നങ്ങളും ഉണ്ട്, അതിനൊക്കെ GST ആയിട്ട് ഈടാക്കുന്ന ആ തുക അനുസരിച്ചിട്ട് ഉള്ള ഒരു നികുതി ഈടാക്കുകയാണെങ്കിൽ, ഈ കൊള്ള അടിക്കുന്ന പരിപാടി കേന്ദ്ര സർക്കാർ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, കേരള സർക്കാരും ഒപ്പം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ എണ്ണ വിലയുടെ പകുതി വിലയ്ക്ക് നമുക്ക് എണ്ണ തരാൻ സാധിക്കും. അതായത് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊരു ഭീകര അവസ്ഥയിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇന്നത്തെ നിലയിൽ ഇന്ന് ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് 107 രൂപയ്ക്ക് എണ്ണ കൊടുക്കുന്ന ഇതേ സമയത്ത് ഒരു 60 രൂപയ്ക്ക് നമുക്ക് എണ്ണ തരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഡൽഹിയിലെ പെട്രോൾ വില എത്ര? ഡൽഹിയിൽ ഒരു 94 രൂപയ്ക്ക് പെട്രോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വില 107 ആയിരിക്കും. അപ്പോൾ 94, 107, ഈ വ്യത്യാസം എങ്ങനെ വരുന്നത്? 30% വരുന്ന വാറ്റ്, കേരളത്തിൽ അധികം വരുന്ന വാറ്റ് ഉണ്ട്. അതിന് പുറമെ 1 രൂപ അഡീഷണൽ ടാക്സ് ഉണ്ട്. പിന്നെ 1% കിഫ്ബിയുടെ സെസ് ഉണ്ട്. ഇങ്ങനെ 2% അഡീഷണൽ വാങ്ങിയിട്ട് പിന്നെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്ന് പറഞ്ഞ് 2 രൂപ വേറെ, ഇത്രയും കൂടെ വാങ്ങിയിട്ടാണ് എണ്ണ വെക്കുന്നത്. അതായത് 10 രൂപ മുതൽ 15 രൂപ വരെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ 1 ലിറ്റർ എണ്ണയ്ക്ക് അധികം കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പൊ 94 രൂപയാണെങ്കിൽ 107 രൂപ നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ലേ? 10 രൂപ മുതൽ 15 രൂപ വരെ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കേന്ദ്രം എണ്ണവില കൂട്ടി, കേന്ദ്ര എണ്ണവില കൂട്ടി എന്ന് പറയുമ്പോൾ കേന്ദ്രം കൂട്ടി വെച്ചിട്ടുള്ള നികുതി വരുമാനമുണ്ട്. ആ നികുതി വരുമാനത്തിൽ കേരളത്തിന്റെ വീതം കേരളത്തിന് കിട്ടും. അതിന് പുറമെ കേരളത്തിൽ ഒരു പിടിച്ചുപറി നടക്കുന്നുണ്ട്. അതായത് കേന്ദ്രവും കേരളവും കൂടി ഈ എണ്ണയുടെ പേരിൽ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അവിടെ ചെന്നിരുന്ന് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 85% എണ്ണയും ഇറക്കുമതിയാണ്, ഉൽപാദനം ഇല്ല ഇവിടെ. അപ്പൊ ആ ഇറക്കുമതിയില് സത്യത്തിൽ ഇറക്കുമതി തുക, അതായത് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണയുടെ വില കുറയുന്നതനുസരിച്ച് നമുക്കിവിടെ കുറയുകയും കൂടുന്നതനുസരിച്ചിട്ട് കൂടാൻ വേണം. ഇങ്ങനെയാണ് നടക്കേണ്ടത്. പക്ഷെ ഇപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുമ്പോ അങ്ങോട്ട് കൂട്ടും, ഇനിയിപ്പോ യുദ്ധം കഴിയുമ്പോഴത്തേക്ക് കൂട്ടും, കുറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ അവിടെ കുറഞ്ഞതിന്റെ കുറച്ച് ഇവിടെ കൂട്ടും. അങ്ങനെ നികുതി കൂട്ടിയിട്ട് എപ്പോഴും ഈ പാവപ്പെട്ട ജനങ്ങൾ, ആ ജനങ്ങൾക്ക് വില വർധനവ് മാത്രമാണ്. അത് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞാലും മറ്റെവിടെ വില കുറഞ്ഞാലും, ഇനി പക്ഷേ എണ്ണ ഉൽപാദന രാജ്യങ്ങൾ സൗദി അറേബ്യയോ ഖത്തറോ ഇനി ഒമാനോ മറ്റേത് രാജ്യം എന്തോ ആയിക്കോട്ടെ, റഷ്യ എവിടെ ആയിക്കോട്ടെ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇന്ത്യയോടുള്ള സ്നേഹം മൂത്തിട്ട് ഇന്ത്യക്ക് എണ്ണ നിങ്ങൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മാത്രം തന്നാൽ മതി, എണ്ണ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൗജന്യമായിട്ട് ഇവിടെ എണ്ണ കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ ഈ അന്താരാഷ്ട്ര വിപണിയിലുള്ള ആ എണ്ണ വിലയേക്കാൾ കൂടുതൽ കൂട്ടി കൊള്ളയടിക്കാനുള്ള ഒരു മാർഗം പരമാവധി ഉപയോഗപ്പെടുത്തി 107, 110 പറ്റുന്നുണ്ടെങ്കിൽ 200 വിറ്റുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമേ നമ്മുടെ സർക്കാരുകൾ നിൽക്കുള്ളൂ. അത് നമുക്ക് നേരിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടു പോകുന്ന മറ്റു രാജ്യങ്ങളെ നോക്കിയാൽ മതി, നമ്മുടെ അയൽ രാജ്യങ്ങളെ നോക്കിയാൽ മതി. ഇന്ത്യയിൽ നിന്ന് അവർ എണ്ണ വാങ്ങി അവരുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഒരു സബ്സിഡിയോ ഇനി ഒന്നും ഇല്ലെങ്കിൽ ശരി തന്നെ ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാൾ വില കുറച്ച് അവർക്ക് വിൽക്കാൻ കഴിയുന്നു, അവിടെ നാട്ടിൽ വിൽക്കാൻ കഴിയുന്നു, അവിടുത്തെ നാട്ടുകാർക്ക് എണ്ണ അടിക്കാൻ കഴിയുന്നു. ഇതാണ് ഒരു അവസ്ഥ. ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ട് അതേസമയം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊള്ളയടിക്കാൻ വേണ്ടി കൊള്ള റേറ്റിന് കൊടുക്കുകയും ചെയ്യുന്നു. എന്താ അല്ലേ നമ്മുടെ ഭരണം എന്ന് പറയുന്നത്? ഈ എണ്ണയുടെ വില അല്ല അവിടെ ബാധകമാകുന്നത്. ഈ എണ്ണയുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ സാധനങ്ങൾക്കും, ഇപ്പൊ ലോറി വാടക എന്തായാലും കൂടും, ലോറിയുടെ ചെലവ്, അതിനുള്ള വാടക കൂടും, എല്ലാം കൂടും. അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ലോറിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ് ബാക്കിയുള്ള സാധന സാമഗ്രികൾ. അതായത് നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾ, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ, അതിനെല്ലാം ഇനിയിപ്പോ തീ പിടിച്ച വിലയാകാൻ പോവാണ്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുന്ന വെച്ചാൽ പരിഹാരമുണ്ട്. നമ്മളിപ്പോ GST കൊടുക്കുന്നില്ല, GST പോലെ ഒരു 18% GST കൊണ്ടുവന്ന് വെച്ചാൽ മതി. എന്നാ വിലയും ഒരു 18% GST കൂടെ ആകുമ്പോൾ ഒരു മര്യാദ തുകയ്ക്ക് കിട്ടും, എല്ലായിടത്തും ഒരു റേറ്റ് കിട്ടും. പക്ഷെ അതിൽ കൊണ്ടുവരില്ല. മദ്യത്തിനും പെട്രോളിനും അതിലേക്ക് കൊണ്ടുവരില്ല, തോന്നിയതുപോലെ കൈകാര്യം ചെയ്യണം. അതായത് ജനങ്ങളെ കൊള്ളയടിക്കാൻ കിട്ടുന്ന ഏതവസരവും നമ്മുടെ സർക്കാരുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുമെന്നതാണ്. പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുന്നു. ആ കേന്ദ്ര സർക്കാരിന്റെ കൊള്ളയ്ക്ക് പുറമെ ഒരു അഡീഷണൽ കൊള്ള ഒരു 10 രൂപ മുതൽ 15 രൂപ വരെ പെർ ലിറ്റർ. അതാണ് മനസ്സിലാക്കുന്നത്. ഒരു ലിറ്ററിനെ പറഞ്ഞേ നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ ജനപ്രതിനിധികളാക്കി പിന്നീട് അവരെ മന്ത്രിമാരാക്കി അവിടെ കസേര കയറ്റി ഇരുത്തിയിട്ടുള്ള അവർ നമ്മളോട് ചെയ്യുന്നത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ കൊള്ളയടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനി അത് പറയാതിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും ജനങ്ങളെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ലേ. GSTയിലാക്കി. എന്തുകൊണ്ടാണ് ഈ പെട്രോൾ GSTയിലാക്കാത്തത്? നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്, റേഷൻ വാങ്ങാനായിട്ട് ആധാർ കുത്തണം, മറ്റെല്ലാ കാര്യങ്ങൾക്കും ആധാറിന്റെ തമ്പ് കൊണ്ടുവയ്ക്കണം. എന്തിനാ? വോട്ട് ചെയ്യാൻ
എന്താ അത് വെക്കാൻ കുറച്ച് പ്രയാസം? മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിൽ ചില മേഖലകളിൽ തട്ടിപ്പുണ്ട്. അതിൽ ജനങ്ങളെ നല്ല ഒന്നാന്തരമായി തട്ടിക്കുന്ന, ഒന്നാന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പെട്രോളിന്റെ വില എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാകണം. നമ്മൾ ബോധവാന്മാരായാൽ മാത്രമേ ഇതിന് മാറ്റം വരുള്ളൂ. നമ്മുടെ വോട്ട് അതിനുവേണ്ടി ആയിരിക്കണം. നമ്മളെ സമീപിക്കുന്ന ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിട്ട് വരുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവരോട് നമ്മൾ പറയണം, നിങ്ങൾക്ക് കുത്തിത്തരുന്നത് അവിടെ ചെന്ന് നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാനല്ല എന്ന്. അടുത്ത തവണയും വോട്ട് ചോദിക്കാൻ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്കോ ഇവിടെ വരേണ്ടതാണ്. ആ ഒരു ബോധത്തോടു കൂടി അവിടെ ഇരുന്ന് ഭരിച്ചോളണം എന്ന് പറയാൻ, വിരല് ചൂണ്ടി പറയാനുള്ള ഒരു ശേഷിയും ശേമുഷിയും ഇവിടുത്തെ ഓരോ പൗരനും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ എണ്ണവില ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണം. ഇവിടെ യുദ്ധം മാത്രമല്ല, യുദ്ധം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില കെടുതികൾ, ഇനി യുദ്ധം അവസാനിച്ചാലും ഇന്ത്യയിലും കേരളത്തിലും കുറെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവിതം വളരെ പ്രധാനമാണ്, അവർക്ക് ജീവിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ സംസാരിക്കണ്ടേ? എല്ലാം സംസാരിക്കണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയും വേണം. Different angles. Don't forget to subscribe and support this channel.